പാലക്കാട് പുതുനഗരത്ത് വീട്ടിൽ പൊട്ടിത്തെറി. അപകടത്തിൽ സഹോദരങ്ങൾക്ക് പരിക്കേറ്റു. പുതുനഗരം മങ്ങോട് സ്വദേശി ഷെരീഫ്, സഹോദരി ഷഹാന എന്നിവർക്കാണ് ഗുരുതരമായി പരിക്കേറ്റത്. ഷെരീഫിന്റെ പരിക്ക് ഒരല്പം ഗുരുതരമാണ് എന്നുള്ള വിവരങ്ങളാണ് നമുക്കിപ്പോൾ ലഭിക്കുന്നത്. വിവരങ്ങൾ നൽകാനായി അരുൺ ആലത്തൂർ ചേരുകയാണ്. അരുൺ, ഷെരീഫിന്റെ നിലവിലെ സാഹചര്യം ഒരുപക്ഷെ അതുതന്നെയായിരിക്കും ഏവരും ആകാംക്ഷയോടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്താണ് നിലവിലെ സാഹചര്യം? നിലവിൽ ഈ ഷെരീഫിനെ തൃശ്ശൂരിലെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. ഇന്ന് ഉച്ചയോടുകൂടെയാണ് പാലക്കാട് പുതുനഗരത്ത് മാങ്ങോട് ലക്ഷം വീട് നഗറിലെ വീട്ടിൽ പൊട്ടിത്തെറി ഉണ്ടായത്. സഹോദരങ്ങളായ ഷെരീഫ്, ഷഹാന എന്നിവർക്കാണ് പരിക്കേറ്റത്. ഈ ഷഹാനയുടെ ഭർത്താവിന്റെ ബന്ധുവീട്ടിലാണ് സ്ഫോടനം നടന്നിരിക്കുന്നത്. ഗ്യാസ് സിലിണ്ടറോ വീട്ടിലെ ഉപകരണങ്ങളോ അല്ല പൊട്ടിത്തെറിച്ചതെന്നാണ് പോലീസ് പറയുന്നത്. ബോംബ് സ്ക്വാഡും ഫോറൻസിക് ഉദ്യോഗസ്ഥരും സ്ഥലത്തെത്തി പരിശോധനയും നടത്തുകയുണ്ടായി. അതേസമയം തന്നെ ഇപ്പോൾ ഏറ്റവും പുതുതായിട്ട് വരുന്ന ഒരു വിവരം എന്തെന്ന് വെച്ചാൽ, ഈ പൊട്ടിത്തെറിച്ചത് ബോംബാണെന്നും പിന്നിൽ SDPI ആണെന്നും BJP ആരോപിക്കുന്നു എന്നുള്ളതാണ്. പരിക്കേറ്റ ഷെരീഫ് ഉൾപ്പെടെ SDPI പ്രവർത്തകരാണ് എന്നും ഇതിന് പിന്നിൽ SDPIയുടെ ബോംബ് നിർമ്മാണമോ മറ്റോ ആണെന്നുള്ള വളരെ ഗുരുതരമായ ഒരു ആരോപണം ഇപ്പോൾ BJPയുടെ ഭാഗത്തു നിന്ന് ഉന്നയിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വിഷയത്തിൽ കൂടുതൽ കാര്യങ്ങൾ വ്യക്തമാവേണ്ടതുണ്ട്. നേരത്തെ നമുക്ക് ലഭിച്ചൊരു വിവരം ഒരു വീട്ടിൽ പൊട്ടിത്തെറി എന്നുള്ളത് മാത്രമായിരുന്നു. പക്ഷേ ഇപ്പോൾ വളരെ ഗൗരവമേറിയ വിഷയമാണ് ഉയർന്നു കേൾക്കുന്നത്. അപ്പോൾ കാര്യങ്ങൾ കുറച്ചുകൂടി ഗൗരവമായി കൊണ്ടിരിക്കുകയാണ്. ഇത്തരത്തിലൊരു നിർണായകമായ ഇടപെടൽ പോലീസിന്റെ ഭാഗത്ത്, പ്രത്യേകിച്ച് അന്വേഷണ സംഘത്തിന്റെ ഒക്കെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നുണ്ടോ? നിലവിൽ പോലീസും ബോംബ് സ്ക്വാഡും മറ്റുമൊക്കെ എത്തി ഈ വീട്ടിൽ പരിശോധന നടത്തുന്നുണ്ട്. പുതുനഗരം മാങ്ങോട് ലക്ഷം വീട് നഗറിലെ വീട്ടിലാണ് പരിശോധന നടത്തുന്നത്. അതേസമയം തന്നെ ഈ പരിക്കേറ്റവരിൽ ഒരാൾ പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ ചികിത്സയിലാണ്. അതായത് ഷഹാന എന്ന യുവതി പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ ചികിത്സയിലാണ്. ഷെരീഫിനെ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. ഇയാളുടെ ശരീരത്തിൽ പൊള്ളലേറ്റതിന് സമാനമായിട്ടുള്ള പരിക്കുകൾ ഉണ്ട് എന്നുള്ളതാണ് പോലീസ് പറയുന്നത്. ഏതായാലും എങ്ങനെയാണ് ഈ പൊട്ടിത്തെറി ഉണ്ടായത്, ഇത് ബോംബാണോ, ഇതിലെന്താണ് സംഭവിച്ചത് എന്നുള്ള കാര്യങ്ങളിൽ കൂടുതൽ വ്യക്തതകൾ ആവശ്യമുണ്ട് എന്നുള്ളതാണ്. യെസ്, തീർച്ചയായും സമഗ്രമായ ഒരു അന്വേഷണ വിഷയത്തിൽ ഉണ്ടായേ മതിയാവൂ. കാര്യം കൂടുതൽ ഗൗരവമായി കൊണ്ടിരിക്കുകയാണെന്നാണ് അരുൺ ആലത്തൂർ റിപ്പോർട്ട് ചെയ്യുന്നത്.